ഈ പരിപാടിയുടെ സംഘാടകർ, തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ അനുഗ്രഹിച്ച സംപൂജ്യ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിജി, അധ്യക്ഷ ശ്രീമതി ഇന്ദിരാ രാമകൃഷ്ണൻജി, നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻജി, ബ്രഹ്മകുമാരീസിൻ്റെ ആചാര്യ മീന സിസ്റ്റർ, ടി എസ് ചന്ദ്രൻജി, സംസ്കാര ചെയർമാൻ രവീന്ദ്രൻജി, ബ്രഹ്മശ്രീ ഹരിനാരായണ നമ്പൂതിരിജി, പെരിങ്ങര കേശവ നമ്പൂതിരിജി, ശ്രീമതി പ്രമീള ശശിധരൻജി, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ വിവിധ പുരസ്കാരങ്ങളും ആദരവുകളും ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ വിശിഷ്ട വ്യക്തികളെ, സജ്ജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സനാതനധർമ്മത്തിലെ സ്ത്രീ സങ്കല്പം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ് സംഘാടകർ ആവശ്യപ്പെട്ടത്. ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സദസ്സ്, അരമണിക്കൂറേ ഉള്ളൂ, 1 മണിക്ക് പിരിയണം. അതുകൊണ്ട് ഈ വിഷയത്തെ വളരെ ലഘുവായി എന്നാലാകുന്ന വിധം ലളിതമായി പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കാം. സനാതനധർമ്മം എന്ന വാക്ക് പോലും കേൾക്കാത്ത കോടാനുകോടി ജനങ്ങളുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. ആർഷവിദ്യാ സമാജത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് കൗൺസിലിങ്ങുമായി എത്തുന്ന സ്ത്രീകളും പുരുഷന്മാരുമായ നിരവധി ജനങ്ങളുണ്ട്. അവരോട് സനാതനധർമ്മം എന്ന വാക്ക് പറയുമ്പോൾ തന്നെ പലരും നെറ്റിച്ചുള്ളിക്കുന്നതായി കാണാറുണ്ട്. ഹിന്ദുധർമ്മം എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സനാതനധർമ്മം എന്ന നമ്മുടെ ധർമ്മത്തിൻ്റെ യഥാർത്ഥ പേര് പോലും അറിയാത്തൊരു ജനതയായി നിർഭാഗ്യവശാൽ നമ്മൾ മാറിയിരിക്കുന്നു. ആ വാക്കിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? ഇതിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇതെന്തിനു വേണ്ടി നൽകി? ആർക്ക് നൽകി? ആർക്കു വേണ്ടി നൽകി? എന്ന് എവിടെ വച്ച് നൽകി? തുടങ്ങിയ പല പ്രശ്നങ്ങൾ അവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ സമ്മേളനം നടത്തുന്നത്. ഭാഗ്യവശാൽ ഈ പദത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള, കുറേയെങ്കിലും ഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. വ്യാസമഹാഭാരതത്തിൽ ധർമ്മപുത്രർ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിപുലമായ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിൽ നിരവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ നിന്നുകൊണ്ട്, അറിവിൻ്റെ വൈപുല്യത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചില ആത്മനിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം, സ്വയം ചോദിക്കുന്ന ചോദ്യം, ഒരു വ്യക്തിയെ ബാധിക്കുന്ന, കുടുംബത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, ലോകത്തെ ബാധിച്ചേക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഏതാണ് എന്നാണ്. നമ്മളോട് ചോദിച്ചാൽ, സ്വയം ചോദിച്ചാൽ എന്തു മറുപടിയാകും പറയുക? നമുക്ക് ചുറ്റും നിരവധി ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കാണാൻ അതെല്ലാം പറയും.
പക്ഷെ ധർമ്മപുത്രർ വളരെയേറെ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ച ഒരാളാണ്. പഠിച്ച വ്യക്തി മാത്രമല്ല, അത് ആചരിക്കുന്ന വ്യക്തിയാണ്. രാജാവായിട്ടുണ്ട്, അടിമയായിട്ടുണ്ട്, രാജ്യത്തിലെ ചക്രവർത്തിയായിട്ടുണ്ട്, വനവാസിയായിട്ടുണ്ട്. എല്ലാ മേഖലകളും പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, എൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ വച്ചുകൊണ്ട്, ഇതുവരെ ആർജിച്ച അറിവുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഒരു വ്യക്തിയെ, സമാജത്തെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രമാദം ആണെന്നാണ്. പ്രമാദം. സംസ്കൃതത്തിലെ ഈ വാക്കിന് മലയാളത്തിൽ അർത്ഥം, മലയാളത്തിലും മറ്റു ഭാഷകളിലും അജ്ഞത എന്ന് മാത്രമല്ല പര്യായം. അജ്ഞത, വിവേകശൂന്യത, ബോധമില്ലായ്മ. അറിവുണ്ട്, വിവേകമില്ല എന്ന് പറയാറില്ലേ? ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പ്രമാദമുണ്ടാകുന്നത്. അറിവില്ലാത്തവരെ അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കിക്കാൻ കഴിയും. അറിവ് വന്നാൽ ഇരുട്ടകലും. പക്ഷെ അറിവില്ലെന്ന് പോലും അറിയാതിരിക്കുക, അറിയാൻ ആഗ്രഹിക്കാതിരിക്കുക, ജാഗ്രതയില്ലാത്ത അശ്രദ്ധമായ ഒരു ജനത അപകടകരമാണ്. ഈ പ്രമാദം എന്ന ഒരു ബാധ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, വ്യക്തി ജീവിതത്തിലാവട്ടെ, സമാജ ജീവിതത്തിലാവട്ടെ, വ്യക്തിയുടെയും സമാജത്തിൻ്റെയും ജീവിതം ദുരിതമയമാകും. അവൻ ഒന്നിന് പുറകെ ഒന്നായി എല്ലാവിധ ദുരന്തങ്ങളും അവനെ വേട്ടയാടും. ഇതാണ് പ്രമാദത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന അപകടങ്ങളെക്കുറിച്ചറിയാതിരിക്കുക. തന്നെ മാത്രമല്ല, തൻ്റെ കുടുംബത്തെ, സമൂഹത്തെ, രാഷ്ട്രത്തെ, ലോകത്തെ ബാധിച്ചേക്കാവുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ബോധമില്ലാതിരിക്കുക. അവനവനെക്കുറിച്ചറിയാതിരിക്കുക. ദർശനത്തെക്കുറിച്ച്, ചരിത്രത്തെ സംബന്ധിച്ച്, വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ബോധമില്ലാതിരിക്കുക, അറിയാൻ താല്പര്യമില്ലാതിരിക്കുക. ഇതാണ് ചുറ്റും നടക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കാര്യം പോക്കായി. അവരെ പിന്നെ ഒറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, വിമർശിക്കുക, അതിനൊക്കെ നല്ല ഉത്സാഹമുണ്ടാവും. ഈ പ്രമാദം ഒരു വ്യക്തിക്കോ സമാജത്തിനോ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് അയാളും അയാളുടെ സമൂഹവും നശിക്കും. ഈ പ്രമാദത്തെ അകലാനുള്ള ഒരു മന്ത്രം നൽകിയിട്ടുണ്ട് സനാതനധർമ്മം. അതിൻ്റെ പേരാണ് സ്വാധ്യായം. സ്വാധ്യായമുള്ളിടത്ത് പ്രമാദമുണ്ടാവില്ല. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കലല്ല. ശ്രവണ മനന നിധിധ്യാസന ബുദ്ധ്യ ഒരു പുസ്തകത്തെ, ആശയത്തെ, മതത്തെ, ആചാര്യനെ, ഗുരുവിനെ സമീപിക്കലാണ്. ആരെങ്കിലും പറഞ്ഞത് കണ്ണടച്ച് വിഴുങ്ങലല്ല. ഏതെങ്കിലും ഗ്രന്ഥം പറഞ്ഞിട്ടുള്ളത് കണ്ണുമടച്ച് വിശ്വസിക്കലല്ല. സ്വാധ്യായം എന്നുള്ള പദത്തിന് നിരവധി അർത്ഥങ്ങളുണ്ട്. ആദ്യം ശ്രവണം, അത് നന്നായി പഠിക്കണം. ആധികാരിക സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കണം. ശ്രവണം, കേട്ടതെല്ലാം അതിൻ്റെ പദങ്ങളുടെ അർത്ഥം വച്ച് പദപരിചയത്തിലൂടെ ഗ്രഹിക്കണം. എന്നിട്ടൊരു കുറിപ്പ് എഴുതാൻ കഴിയണം. ശ്രവണം കഴിയുക എന്ന് പറഞ്ഞാൽ കേട്ട, പഠിച്ച, വായിച്ച ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ കഴിയുക എന്നുള്ളതാണ്. സംഗ്രഹം എഴുതാൻ കഴിയുക. തർക്കശാസ്ത്രത്തിൽ പൂർവപക്ഷം എന്നൊക്കെ പറയും. അടുത്ത മനനമുണ്ട്. മനനം, പഠിച്ച വിഷയത്തെക്കുറിച്ച് പല ടെസ്റ്റുകൾ നടത്തുക. നമുക്കുണ്ടാവുന്ന ചോദ്യങ്ങൾ, സംശയങ്ങൾ, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ,
മറ്റുള്ളവർ ചോദിച്ചിട്ട് ഉത്തരം പറയാതെ പോയ ചോദ്യങ്ങൾ, വിയോജനങ്ങൾ എല്ലാം അപ്ലൈ ചെയ്യുക. പല ടെസ്റ്റുണ്ട്. പഞ്ചേന്ദ്രിയാനുഭവങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ ഇയാൾ പറയുന്നത്? ശാസ്ത്രസമ്മതമായ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണോ ഇയാൾ പറയുന്നത്? യുക്തിയുക്തമാണോ, യുക്തിഭദ്രമാണോ, യുക്തിസഹമാണോ ഇയാൾ പറയുന്നത്? പ്രമാണബദ്ധമാണോ? വ്യക്തിക്കും സമാജത്തിനും പ്രയോജനമുള്ള കാര്യമാണോ? വ്യക്തിയെ തരംതിരിക്കുന്നുണ്ടോ? ജാതി, ലിംഗം, പ്രദേശം, ഭാഷ എന്ന രീതിയിൽ ഈ ആശയങ്ങൾ വ്യക്തിയെ തരംതിരിക്കുന്നുണ്ടോ? പ്രായോഗികമാണോ? വ്യക്തിയുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ സമർത്ഥമാണോ? സമാജ താല്പര്യം കൂടെ പരിഗണിക്കുന്നുണ്ടോ? പരീക്ഷണാത്മകമാണോ? ഇങ്ങനെ നിരവധി പരിശോധനകൾ നടത്തി വേണം ഏതാശയത്തെയും ഗ്രന്ഥത്തെയും ആചാര്യനെയും മതങ്ങളെയും ഉൾക്കൊള്ളുവാൻ. ഇതിനാണ് മനനം എന്ന് പറയുന്നത്. മൂന്നാമത്, ശ്രവണത്തിലൂടെ മനനത്തിലൂടെ ബോധ്യപ്പെട്ട ശരി അതിനനുസരിച്ച് ജീവിക്കുക, പിന്തുടരുക, അനുസന്ധാനം ചെയ്യുക എന്നുള്ളതാണ്. നിധിധ്യാസനം, ആഴത്തിലുള്ള ഗവേഷണവും ധ്യാനവുമൊക്കെ ഇതിൽ വരും. ഈ 3 കർമ്മങ്ങളാണ് സ്വാധ്യായത്തിൻ്റെ ആദ്യപടിയായ അധ്യയനത്തിലുള്ളത്. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്നും ദുരിതങ്ങളുണ്ടായത്. നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിച്ചില്ല, നമ്മുടെ ജനതയെ ബാധിച്ചേക്കാവുന്ന ആശയങ്ങളെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിച്ചില്ല, അഭിമാനകരമായ സാംസ്കാരിക ചരിത്രം, സ്വാതന്ത്ര്യസമര ചരിത്രം, നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പഠിച്ചില്ല, പഠിക്കാൻ വ്യവസ്ഥ ചെയ്തില്ല. നമ്മളെ ബാധിക്കുന്ന, ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല യാഥാർത്ഥ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തില്ല. ഇങ്ങനെയുള്ള സ്വാധ്യായം ചെയ്യാത്തതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദുരന്തങ്ങളുണ്ടായത്. ഇന്നും നേരം വെളുക്കാതെ പലരും ജീവിക്കുന്നത്. ഇനിയും വിഷയങ്ങൾ ഉണ്ടാകും ഇതിന് പരിഹാരം ചെയ്തില്ലെങ്കിൽ. സ്വാധ്യായം, ഈ സ്വാധ്യായ പാരമ്പര്യമാണ് മുറുകെ പിടിക്കേണ്ടത്. സനാതനധർമ്മത്തിൻ്റെ പേര് പോലും അറിയാതെ വരുന്നവരോട് നമ്മൾ എന്തു പറയാനാണ്? അവിടം മുതൽ ആരംഭിക്കേണ്ടി വരുന്നു ആർഷവിദ്യാസമാജത്തിന്. ഞാൻ ചുരുക്കത്തിൽ ഒരു നിർവചനം പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. സനാതനധർമ്മത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന് തത്വം, സനാതനധർമ്മ തത്വം. 2 സനാതനധർമ്മശാസ്ത്രം അഥവാ സനാതനധർമ്മ മാർഗം. സനാതനധർമ്മ തത്വം എന്ന് പറഞ്ഞാൽ അത് എന്നും നിലനിൽക്കുന്നതാണ്. നമ്മളെ ഓരോരുത്തരെയും പ്രകൃതിയെ തന്നെയും അതായി നിലനിർത്തുന്ന, ഒന്നിനോടൊന്ന് സമഞ്ജസമായി കൂട്ടിയിണക്കി ചേർത്ത് കോർത്ത് ധരിക്കുന്ന പ്രപഞ്ച സംവിധാനമാണ് ധർമ്മതത്വം അഥവാ ഋതം. അതാണ് സനാതനധർമ്മതത്വം. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് ഒരിക്കലും നശിക്കില്ല. രണ്ടാമത്, ഈ ധർമ്മതത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഈശ്വരൻ തന്നെ ഗുരുപരമ്പരകളിലൂടെ മാനവർക്ക് നൽകിയൊരു ശാസ്ത്രമുണ്ട്, സനാതനധർമ്മശാസ്ത്രം. അത് പക്ഷേ പഠിച്ചില്ലെങ്കിൽ, അനുഷ്ഠിച്ചില്ലെങ്കിൽ, അധ്യാപനം നിർവഹിച്ചില്ലെങ്കിൽ, പ്രചരിപ്പിച്ചില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ ധർമ്മഗ്ലാനി ഉണ്ടാവും, ധർമ്മച്യുതി ഉണ്ടാവും. ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ സനാതനധർമ്മം ഒരിക്കലും നശിക്കില്ല, പിന്നെ എന്തിനാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് ചോദിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഈ ധർമ്മം ഒരിക്കലും നശിക്കില്ലല്ലോ, പിന്നെ എന്തിനാണ് അതിനു വേണ്ടി പഠിപ്പിക്കാൻ പോകുന്നത്, പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുന്നവരുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത്, സനാതനധർമ്മ തത്വം. കാരണം നമ്മളില്ലെങ്കിലും, മനുഷ്യരാശി തന്നെ നശിച്ചാൽ പോലും പ്രപഞ്ചമുള്ളിടത്തോളം കാലം പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥ, നിയമങ്ങൾ നിലനിൽക്കും. അത് ശരിയാണ്. പക്ഷെ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയ സനാതനധർമ്മശാസ്ത്രം അത് പഠിച്ചില്ല എങ്കിൽ,
അനുഷ്ഠിച്ചില്ലെങ്കിൽ, പ്രചരിപ്പിച്ചില്ലെങ്കിൽ, അധ്യാപനം നിർവഹിച്ചില്ലെങ്കിൽ, സംരക്ഷിച്ചില്ലെങ്കിൽ ഈ ധർമ്മത്തിൻ്റെ പ്രയോജനം ജനതയ്ക്ക് ലഭിക്കാതെ പോകും. അഫ്ഗാനിസ്ഥാൻ മഹത്തായ ഗാന്ധാര ദേശം, പിന്നീട് അഹിഗണസ്ഥാനായ പ്രദേശമാണ്. അവിടെ ഇതില്ല. പാകിസ്ഥാനിലും അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ സനാതനധർമ്മത്തിൻ്റെ അവകാശികളെ ആട്ടിയോടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഇത് കാണാം. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വേറൊരു രൂപത്തിൽ കാണാം. അപ്പോൾ സനാതനധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ജനതയില്ലാതെ വന്നാൽ, ആ ജനത മതം മാറ്റപ്പെട്ടാൽ, അല്ല ആ ജനതയ്ക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലാതെ വന്നാൽ ധർമ്മഗ്ലാനി ഉണ്ടാവും. അതാണ് പണ്ട് സംഭവിച്ചത്. അപ്പം സനാതനധർമ്മത്തിനെ പറ്റി നിർവചനം പറഞ്ഞാൽ, ശ്രീ പരമേശ്വരൻ, പല പേരുകൾ വിളിക്കപ്പെടുന്ന പരമേശ്വരൻ, പരമശിവനെന്നും മഹാവിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും പരാശക്തിയെന്നും ഒക്കെ പല പേരുകളിൽ വിളിക്കപ്പെടുന്ന ഒരേ ഒരുവൻ, ആർഷ ഗുരുപരമ്പരകളിലൂടെ മാനവർക്കായി നൽകിയ, ലോക നന്മയ്ക്ക് വേണ്ടി നൽകിയ ദിവ്യശാസ്ത്രമാണ് സനാതനധർമ്മം. അത് ശരിയായി പഠിക്കാനുള്ള, പ്രചരിപ്പിക്കാനുള്ള, അനുഷ്ഠിക്കാനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിൽ സ്ത്രീ പുരുഷ ഭേദമില്ല. ജാതി വർഗ വർണ്ണ പ്രായ ലിംഗ വേഷഭാഷാ വ്യത്യാസങ്ങളില്ല. കാരണം അതിൻ്റെ അടിസ്ഥാന ദർശനം സർവവ്യാപി ദർശനവും സർവന്തര്യാമി ദർശനവുമാണ്. പരമേശ്വരൻ ഈ ലോകത്ത് ബ്രഹ്മരൂപത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സർവവ്യാപി സിദ്ധാന്തം. പരമേശ്വരൻ ആത്മാവ് എന്ന രൂപത്തിൽ ഓരോ ജീവജാലങ്ങളിലും ജീവനില്ലാത്തവയിലും കുടികൊള്ളുന്നു എന്ന ദർശനമാണ് സർവന്തര്യാമി ദർശനം. അടിസ്ഥാനപരമായി എല്ലാവരും ഈശ്വര സ്വരൂപരാണ്. അടിസ്ഥാനപരമായി ചിന്തിച്ച് അങ്ങോട്ടെത്തിയാൽ ഉണ്ടാകുന്ന ബോധ്യത്തിൽ ഈശ്വര സ്വരൂപരാണെന്ന ദർശനമാണ് സർവന്തര്യാമി ദർശനം. ഈ ദർശനത്തിൽ എങ്ങനെയാണ് ജാതിഭേദം ഉണ്ടാകുന്നത്? ഈ ദർശനത്തിൽ എങ്ങനെയാണ് ലിംഗവിവേചനമുണ്ടാകുന്നത്? അപ്പം മഹത്തായ ഈ ധർമ്മം ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടോ, അനുഷ്ഠിക്കാത്തത് കൊണ്ടോ, പ്രചരിപ്പിക്കാത്തത് കൊണ്ടോ, പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടോ, സംരക്ഷിക്കപ്പെടാത്തത് കൊണ്ടോ നിരവധി അപചയങ്ങൾ, ച്യുതി, ധർമ്മഗ്ലാനി നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. സ്ത്രീക്ക് പുരുഷനേക്കാൾ താഴെയുള്ള പദവി ഇല്ലയെന്ന് മാത്രമല്ല, പുരുഷനേക്കാൾ പ്രായോഗികമായി കുറച്ചുകൂടി പദവി നൽകിയ ലോകത്തിലെ ഏക സംസ്കാരം, ഏക ധർമ്മം സനാതനധർമ്മമാണ്. പരമേശ്വരൻ്റെ തന്നെ മാതൃഭാവമാണ് പരാശക്തി, ജഗദംബിക, ജഗത്തിൻ്റെ മാതാവ്, ജഗന്മാതാവ്. ഈശ്വരൻ്റെ പല ശക്തികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. താന്ത്രിക പദ്ധതി തന്നെ സ്ത്രീക്ക് വളരെ പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നുണ്ട് പുരുഷനേക്കാൾ. ഭൈരവി ബ്രാഹ്മണി എന്ന് പറയുന്ന ഒരു അവധൂത സ്ത്രീയാണ് ശ്രീരാമകൃഷ്ണൻ്റെ പോലും ഗുരു. നിരവധി ചരിത്രങ്ങളുണ്ട്, ഇതിഹാസത്തിലുള്ള പരാമർശങ്ങളുണ്ട്. ജനകൻ്റെ സദസ്സിൽ അവിടെ വരുന്ന പണ്ഡിതന്മാരെ പരിശോധിച്ച് ഏറ്റവും മികച്ച പണ്ഡിതൻ, ജ്ഞാനി, അവരെ കണ്ടുപിടിക്കാനുള്ള ചുമതല ഗാർഗിക്കായിരുന്നു. ഗാർഗി യാജ്ഞവൽക്യനുമായിട്ടുള്ള സംവാദമൊക്കെ ഉപനിഷത്തുക്കളിലുണ്ട്. മൈത്രേയി, കാത്യായനി, യാജ്ഞവൽക്യൻ്റെ പത്നിമാരെക്കുറിച്ച് പറയുന്നുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ ഇതിഹാസങ്ങളിൽ വാൽമീകി രാമായണം, വ്യാസമഹാഭാരതത്തൊക്കെ കാണാൻ കഴിയും. ചരിത്രത്തിൽ വേദമന്ത്രങ്ങൾ പോലും രചിച്ച വനിതകളുണ്ട്, ഋഷികകൾ ഉണ്ട്, നിരവധി യോഗിനിമാർ, മഹാത്മാക്കൾ. നമ്മുടെ തമിഴ്നാട്ടിലെ സിദ്ധന്മാരിൽ ധാരാളം വനിതകളായിട്ടുള്ള സിദ്ധ വനിതകളുണ്ട്. സ്ത്രീയെ മഹനീയമായതെല്ലാം അമ്മ ചേർത്ത് വിളിക്കുന്നൊരു പാരമ്പര്യമുണ്ട്. കടലമ്മ, ഗംഗാമാതാവ്, പുണ്യനദികൾ, ഭാരതാംബ, ഭൂമി മാതാവ്, എല്ലാത്തിനും അമ്മയാണ്.
മാതാവിനുള്ള പദവി വളരെയേറെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സനാതനധർമ്മം എന്നും. പക്ഷെ പിന്നീട് ഇതിനെങ്ങനെയൊക്കെയോ അപചയം വന്നു. സതി, ശൈശവവിവാഹം, അങ്ങനെ പല മാമൂൽവാദങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അത്യാചാരങ്ങളും ഉണ്ടായി. അതും ചരിത്രം. പക്ഷേ ഈ കാണുന്ന അനാചാരങ്ങൾ സനാതനധർമ്മത്തിൻ്റേതല്ല, സനാതനധർമ്മം ഇതാണ് എന്ന് ശരിയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളം മുതൽ കാശ്മീർ വരെയുള്ള സനാതനധർമാചാര്യന്മാർ നടത്തിയ നവോത്ഥാന പോരാട്ടങ്ങളാണ് വീണ്ടും ഉണർവ് നൽകിയത്. സനാതനധർമ്മത്തിൽ സ്ത്രീയുടെ മഹത്വം എന്താണെന്ന് അവർ തെളിയിച്ചു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പുതിയ ട്രെൻഡ്, നമ്മൾ ആധ്യാത്മികാചാര്യന്മാർ തള്ളിക്കളഞ്ഞതിനെയൊക്കെ, കേരളമെങ്കിലും ഉപേക്ഷിച്ച് കളഞ്ഞതിനെയൊക്കെ, കുഴപ്പങ്ങളെയൊക്കെ സനാതനധർമ്മത്തിൻ്റെ തലയിൽ വച്ച് കെട്ടി സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് വാദിക്കുന്നവരുടെ ഒരു തലമുറ ഉയർന്നു വരികയാണ്. സനാതനധർമ്മത്തിൽ ലിംഗവിവേചനമില്ല, ജാതിഭേദമില്ല, മനുഷ്യരെ മാത്രമല്ല ജീവികളെ, പ്രപഞ്ചത്തെപ്പോലും ഒന്നായി കാണുന്ന അതിവിശിഷ്ടമായ ദർശനമാണ്. നമ്മുടെ ആചാര്യന്മാരുടെ പരമ്പര, ഇതിഹാസങ്ങളിലെ പരാമർശങ്ങളെല്ലാം വ്യക്തമാണ്. പക്ഷെ ഒരു അപചയ കാലഘട്ടമുണ്ടായി, അതും യാഥാർത്ഥ്യമാണ്. ഈ അപചയ കാലഘട്ടത്തെ നീക്കാനായിട്ട് പ്രവർത്തിച്ചതെല്ലാം സനാതനധർമ്മ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സനാതനധർമ്മം ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമായി തെളിയിച്ചുകൊണ്ട് സനാതനധർമാചാര്യന്മാർ നടത്തിയ പോരാട്ടങ്ങളാണ്. അതും ചരിത്രം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ഈ ആചാര്യന്മാർ തള്ളിക്കളഞ്ഞതൊക്കെ സനാതനധർമ്മമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് സനാതനധർമ്മം തന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന് വാദിക്കുന്നവരുടെ ഒരു ബ്രെയിൻ വാഷിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ചും 6 തരം ബ്രെയിൻ വാഷിങ്ങുകളുണ്ട്. നമ്മുടെ ജനതയെ, നമ്മുടെ കുട്ടികളെ ചെറുപ്പം മുതൽ ബാധിച്ചേക്കാവുന്ന 6 തരം ബ്രെയിൻ വാഷിംഗ്, ഇൻഡോക്ട്രിനേഷൻ, റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ട്. 6 തരം. ഇതിനെ തിരിച്ചറിയാനും നമ്മുടെ കുട്ടികൾ അതിലേക്ക് പോകുന്നു. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും പോകാറുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും പോകുന്നുണ്ട്. അവരതിൻ്റെ ഇരകളായി മാറുകയാണ്. അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ നമ്മൾ എന്ന് തീരുമാനമെടുക്കുന്നു, അന്നേ നമുക്ക് പ്രമാദമുക്തമായ ഒരു തലമുറയെ പ്രതീക്ഷിക്കാനാവൂ. ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങൾ ഏതാണെന്നറിയാമോ? ഒന്ന്, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ബോധശൂന്യ തലമുറയുടെ ബാക്കി പത്രങ്ങൾ. ഇപ്പോഴും ജാതി, ഇപ്പോഴും ലിംഗവിവേചനം, ഇപ്പോഴും ഭാഷാഭ്രാന്ത്, ഇപ്പോഴും പ്രദേശമഹിമ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന കുറേ, ഇനിയും നേരം വെളുക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അന്ധവിശ്വാസം, അനാചാരം, ദുരാചാരം, മാമൂൽവാദം, ജാതിവാദം, ഭ്രഷ്ടുവാദമായി നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ചെറിയ ഉദാഹരണം, ആർഷവിദ്യാസമാജത്തിൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ 7500-ലേറെ യുവതി യുവാക്കളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തരം ബ്രെയിൻ വാഷിങ്ങിൽപ്പെട്ട. പക്ഷെ സങ്കടകരമായ കാര്യം, പല ഹിന്ദു എന്ന് പറയുന്നവർ പോലും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇവരെന്തിനാണ് തിരിച്ചു വന്നത്? ഇവർക്ക് അങ്ങോട്ട് പോയാൽ പോരായിരുന്നോ? സിറിയയിൽ പോയാൽ പോരായിരുന്നോ? യമനിൽ പോയാൽ പോരായിരുന്നോ? എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്ന ഒരു തലമുറ. ഭ്രഷ്ടുവാദം, പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന അതേ പഴയ തലമുറയുടെ ബാക്കി പത്രങ്ങളാണ് ഇന്നും അത്. ഇങ്ങനെ നമ്മളിൽ തന്നെയുള്ള പ്രമാദം ബാധിച്ച ഒരു തലമുറയാണ് ഒന്നാമത്തെ ബ്രെയിൻ വാഷിംഗ്. അവർ അവരുടെ കുട്ടികളിലേക്കും മറ്റുള്ളവരിലേക്കും ഇത് പടർത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ആഭ്യന്തരമായ പ്രശ്നമാണ്, മറ്റുള്ളവരോട് പറയേണ്ട കാര്യമല്ല. രണ്ടാമത്തത്, എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയും വിശാലത്വവും പുലർത്തുന്ന ജനതയാണ് നമ്മൾ. പക്ഷേ ഇത് ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സഹോദരീ സഹോദരന്മാരെ വിവിധ മാർഗത്തിലേക്ക് മതം മാറ്റുകയും
എന്നിട്ട് നമ്മുടെ ഈശ്വര പ്രതീകങ്ങളെ സാത്താനായി മുദ്ര കുത്തുകയും നമ്മുടെ മഹാഗുരുക്കന്മാരെയും അവതാര പുരുഷന്മാരെയും നരകാവകാശികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ചില മതപരിവർത്തന ലോബികളുണ്ട്. ക്രിസ്തു മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്. ഞാൻ ക്രിസ്ത്യാനികളെയോ മുസ്ലിങ്ങളെയോ അല്ല കുറ്റപ്പെടുത്തുന്നത്, ഈ ബ്രെയിൻ വാഷിംഗ് ആശയങ്ങളെയാണ്. അതിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ കുട്ടികളാവട്ടെ, അവരുടെ പരസ്പര ബഹുമാനം നഷ്ടപ്പെടും. ഒരു ചെറിയ ഉദാഹരണം പറയാം. അല്ലാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ദൈവത്തെ ആരാധിച്ചാൽ ആരാധിക്കുന്ന ആരാധകനായ ഭക്തനും ആരാധനയ്ക്ക് വിധേയനാകുന്ന ഈശ്വരനും, ഈശ്വര പ്രതീകം ഗണപതിയാവട്ടെ, സുബ്രഹ്മണ്യനാവട്ടെ, ശാസ്താവാവട്ടെ, പരമേശ്വരൻ, പരാശക്തി, മഹാവിഷ്ണു, ആരുമാകട്ടെ, യഹോവ, യേശുക്രിസ്തു, ആരുമാകട്ടെ, അവരെല്ലാം ഏറ്റവും വെറുക്കുന്ന, അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ശിർക്ക് എന്ന് പറയുന്ന മഹാപാപം ചെയ്തവരാണെന്നും അവർക്ക് മാപ്പില്ല എന്നും അവർക്ക് ഖബറിലും, മരിച്ചു കഴിഞ്ഞ ഖബറിലും അന്ത്യവിചാരണയിലും ശിക്ഷിക്കുമെന്നും അവർക്ക് നിത്യനരകം കൊടുക്കുമെന്നുമാണ്, നിത്യനരകത്തിലിട്ട് കത്തിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്ന ആരാധകനെ മാത്രമല്ല, നമ്മൾ തൊഴുന്ന ഈശ്വരനെ കൂടി. ഈ പറയുന്ന എന്നോട് ചിലപ്പോൾ ദേഷ്യം വരും, ഈ പവിത്രമായ ചടങ്ങിൽ പറയാമോ എന്ന്. ഞാൻ എഴുതി വെച്ച കാര്യമാണ് പറയുന്നത്, അത് ശരിയാണോ? എങ്ങനെയാണ് ഇത് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് സഹിഷ്ണുത ഉണ്ടാവുന്നത്? എങ്ങനെയാണ്? എൻ്റെ കുട്ടികൾ 5 മക്കളുണ്ടെന്നിരിക്കട്ടെ, അതിലൊരു കുട്ടി ഇങ്ങനെ പോയെന്നിരിക്കട്ടെ, അവൻ ഇത് സത്യമെന്ന് വിചാരിച്ചാൽ, ദൈവം പറഞ്ഞത് തന്നെയാണെന്ന് വിചാരിച്ചാൽ, അവൻ്റെ ചിന്താഗതി എന്താകും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. ഞാനിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എൻ്റെ മകനായിരിക്കും, മകൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം? അച്ഛൻ പോവും, അച്ഛൻ ഏറ്റവും വലിയ കടുത്ത പാപമായ ശിർക്ക് ചെയ്യാൻ പോവുകയാണ്, ആ അച്ഛനും ശിക്ഷ വരാൻ പോകുന്നു, ഞാൻ തൊഴുന്ന ക്ഷേത്രത്തിലെ ദേവനും ശിക്ഷ വരാൻ പോകുന്നു. എൻ്റെ മകൻ വിചാരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ഇത്തരം ഐഡിയോളജി ഹിന്ദുക്കൾക്ക് വന്നാലും പ്രശ്നമല്ലേ? അല്ലേ? ഞാനിപ്പോൾ പറയുന്നത് അയ്യപ്പൻ്റെ ഭക്തനാന്നിരിക്കട്ടെ, ഞാൻ പറയുകയാണ്, അയ്യപ്പനല്ലാതെ വേറെ ആരെങ്കിലും ആരാധിച്ചാൽ അവനെല്ലാം അയ്യപ്പൻ നരകത്തിടും. അതുമാത്രമല്ല, അവൻ തൊഴുന്ന ദൈവത്തെ നരകത്തിലിട്ട് വിചാരണ ചെയ്ത് ശിക്ഷിക്കുമെന്ന് ഞാനൊരു മതമുണ്ടാക്കിയാൽ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? അംഗീകരിക്കുമോ? ഒന്ന് ഒച്ച പറയും. പിന്നെ നിങ്ങൾ അംഗീകരിക്കില്ലല്ലേ? നമ്മുടെ പാവ അയ്യപ്പൻ്റെ പേര് ഈ മതം ഉണ്ടാക്കി നിങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ ഒരു ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആശയത്തിലേക്ക് നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, മക്കൾ പോയാൽ എന്താണ് സംഭവിക്കുന്നറിയാമോ? ഈശ്വരനെ വെറുക്കുന്ന, ഗുരുക്കന്മാരെ നരകാവകാശികളായി കാണുന്ന, ഈശ്വരനെ സാത്താനായി മുദ്ര കുത്തുന്ന, ആ മതം പിന്തുടരുന്നവരെ മുഴുവനും നരകത്തിട്ട് കത്തിക്കണം എന്നുള്ള, അള്ളാഹു പോലും അങ്ങനെ ചെയ്യുന്നു, പിന്നെ എനിക്ക് ചെയ്താൽ എന്താണെന്നൊരു ചിന്താഗതിയാണ് ഈ അനുയായിക്കുണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഐഡിയോളജി, ഞാൻ മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ എതിരല്ല, അവർ നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. 500, 600, 700 വർഷം മുമ്പ് പല കാരണങ്ങളാൽ മതം മാറ്റ നമ്മുടെ സഹോദരന്മാരാണ്, ഈ മണ്ണിൻ്റെ മക്കളാണ്, സനാതനധർമ്മത്തിൻ്റെ നേരവകാശികൾ തന്നെയാണ്, ഋഷികളുടെ സന്താനങ്ങൾ തന്നെയാണ്. ശരി തന്നെ. പക്ഷെ ഇവരെ ഈ ഐഡിയോളജി ബാധിച്ചിരിക്കുന്നു. അവരുടെ പൈതൃകത്തെ വെറുക്കാൻ, രാഷ്ട്രത്തെ വെറുക്കാൻ ഉള്ള ഒരു ഐഡിയോളജി കുത്തിവയ്ക്കുന്നത് ഏത് മതമാണെങ്കിലും അത് തെറ്റല്ലേ? ഏത് ഫിലോസഫി ആണെങ്കിലും അത് തള്ളിക്കളയേണ്ടതല്ലേ? ജാഗ്രത പാലിക്കേണ്ടതല്ലേ? അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്.
ഇത് അതിവേഗം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെ. നമ്മളത് അറിയുന്നില്ല. നമ്മളിവിടെ ഉണ്ടും ഉറങ്ങിയും ജോലികൾ ചെയ്തും കഴിയുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് വിശ്വസിച്ചയക്കുന്ന സ്കൂളുകളിൽ തുടങ്ങുന്നുണ്ട് ഈ ബ്രെയിൻ വാഷിംഗ്. മാനേജ്മെൻറ്റ്, അവരുടെ സ്വഭാവം, പഠിപ്പിക്കുന്ന അധ്യാപകർ, സിലബസ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലും മുസ്ലിം മാനേജ്മെൻറ്റുകൾ സ്കൂളിൽ നടത്തുന്ന ബൈബിൾ ക്ലാസ്, ഖുർആൻ ക്ലാസ്, അവിടെ വരാത്തവർക്ക് വേണ്ടി നടത്തുന്ന മോറൽ ക്ലാസ്സിലൂടെ ഇൻഡയറക്റ്റായിട്ട് മതം പഠിപ്പിക്കാൻ പോവുകയാണ്. വായിക്കുന്ന പത്രങ്ങൾ, കാണുന്ന സിനിമകൾ, കേൾക്കുന്ന പാട്ടുകൾ, സ്ഥിരമായി കാണുന്ന ചാനലുകൾ, നിരവധി സംഘടനകൾ, സംരംഭങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, സ്നേഹിതന്മാർ, കാമുകന്മാർ, സ്നേഹം അഭിനയിച്ചു വരുന്ന കാമുകന്മാർ, ഇങ്ങനെ പല തരത്തിലാണ് ഇവരെ പിടികൂടാൻ കാത്തിരിക്കുന്ന വലിയ ലോബി. അതിൽ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. നമുക്ക് അകലെ നിൽക്കുമ്പോൾ തോന്നും, എൻ്റെ മകനത് വരില്ല, എൻ്റെ മകൾക്കത് വരില്ല എന്നായിരിക്കും നമ്മൾ പറയുക. പക്ഷെ അങ്ങനെ പറയുന്ന നിരവധി അച്ഛനമ്മമാരെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചിരുന്നവർ, എൻ്റെ മകൻ അങ്ങനെ ചെയ്യും, എൻ്റെ മകൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞവർ, അത് അവരുടെ കുറ്റമല്ല. അവരത്ര വിദഗ്ധമായി ബുദ്ധിപൂർവമായി സ്വാധീനിച്ച് അവരുടെ തലത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു സംവിധാനം ഉണർന്നിരിക്കുന്നു. അവർ വളരെ വേഗം, അതിവേഗം പടരുന്നു എന്നുള്ളതാണ്. അങ്ങനൊരവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് സനാതനം പഠിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കും. ഈ ധർമ്മത്തിൻ്റെ മഹത്വം, നമ്മുടെ ചരിത്രം, അഭിമാനകരമായ ചരിത്രം, ഇന്ന് ചുറ്റും കാണുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ പറഞ്ഞു കൊടുത്തില്ലല്ലോ, അങ്ങനെ വ്യവസ്ഥ നമുക്കില്ലല്ലോ എന്ന് സങ്കടപ്പെടും. അങ്ങനെ വന്നാൽ നമുക്ക് കൊണ്ടുപോകാനൊരിടമുണ്ടാവില്ല. രോഗിയാണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാം. മാനസിക പ്രശ്നങ്ങൾ വന്നാൽ കൊണ്ടുപോകാനായി സൈക്യാട്രിക് ക്ലിനിക്കുകളുണ്ട്, മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. ലഹരി മരുന്നിനൊക്കെ അഡിക്ഷൻ വന്നാൽ കൊണ്ടുപോകാൻ, ചികിത്സിക്കാൻ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മതം കൊടുക്കുന്ന ഈ ഗുരുതരമായ ബ്രെയിൻ വാഷിങ്ങിൽ പെട്ടാൽ അങ്ങോട്ടൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല. അത് കേരളത്തിൽ പ്രത്യേകിച്ച് ഈ രണ്ട് കൂട്ടരുടെയും ബ്രെയിൻ വാഷിങ്ങിന് വിധേയമായ നിരവധി ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ നമ്മൾ ജാഗ്രതയോടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരെ കൊണ്ടുപോകാൻ ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പറയാം, ആർഷവിദ്യാസമാജമുണ്ട്. അവിടെ വരുന്നവർ സനാതനം പഠിക്കാൻ വരുന്നവരല്ല, ആ വാക്ക് പോലും കേൾക്കാത്തവരാണ്. ഹിന്ദു ധർമ്മമെന്ന് പറഞ്ഞാൽ, ഹിന്ദു സംഘടനകളുടെ കാര്യം പറഞ്ഞാൽ, ഒരു ഗോപിപ്പൊട്ടോ കുങ്കുമപ്പൊട്ടോ കയ്യിൽ ചരടോ കെട്ടിയെന്നവരെ വെറുപ്പോട് കണ്ടവർ, ഹിന്ദു സംഘടനകളെ ഈ രാഷ്ട്രത്തെ മുഴുവൻ നശിപ്പിക്കണമെന്ന് പറയുന്നവർ, അവരാണ് അവിടെ വന്നത്. അച്ഛൻ പറഞ്ഞിട്ട് കരയുന്ന മാതാവിൻ്റെ കൈകൾ തട്ടി എറിഞ്ഞവർ, കാല് പിടിച്ച് കരയുന്ന അച്ഛൻ്റെ കൈകൾ കാലുകളാൽ തട്ടിയെറിഞ്ഞ് മുന്നോട്ട് പോയവർ, കരയുന്ന സഹോദരി സഹോദരന്മാരെ തള്ളിമാറ്റി നടന്നു നീങ്ങിയവർ, അഭിഭാഷകരോ പോലീസ് ഉദ്യോഗസ്ഥരോ കോടതിയോ പറഞ്ഞിട്ട് പോലും വകവയ്ക്കാതിരുന്നവരാണ് അവിടെ എത്തിയത്. അവിടെ നമുക്ക് തിരിച്ചവരെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, ആർഷവിദ്യാസമാജത്തിന് കഴിഞ്ഞെങ്കിൽ, അത് എൻ്റെ കഴിവല്ല, ആർഷവിദ്യാസമാജത്തിൻ്റെ മാത്രം കഴിവല്ല, സനാതന ധർമ്മത്തിൻ്റെ ശക്തിയാണ്. അത് മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു വിവേകമെങ്കിലും സദ്ബുദ്ധിയെങ്കിലും നമുക്ക് ഇനിയെങ്കിലും വേണം. അല്ലെങ്കിൽ ഏത് സമയവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകും. വീട്ടിലേക്ക് അയക്കുന്ന അല്ലെങ്കിൽ സ്കൂളിലേക്ക് അയക്കുന്ന കുട്ടികൾ അങ്ങനെ തന്നെ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ അച്ഛനമ്മമാർ അങ്ങനെ ഉണ്ടാകുമെന്ന് പോലും യാതൊരു ഉറപ്പുമില്ല. കാരണം അവിടെയും മതമാറ്റ ശക്തികൾ അവിടെയും കടന്നു ചെല്ലുന്നുണ്ട്. 31 ലക്ഷം ക്രിസ്ത്യൻ മതപ്രചാരകരാണ്, മിഷണറിമാരാണ് ഭാരതത്തിലുള്ളത്. 31 ലക്ഷം. കേരളത്തിൽ മാത്രം കത്തോലിക്ക സഭയ്ക്ക് 30,000 പുട്ടേമർക്കർമാരാണുള്ളത്. ഇതിലേറെയുണ്ട് ഇസ്ലാമിന്. ക്രിസ്തുമതം പിന്നെ രാഷ്ട്രദ്രോഹം ചെയ്യുന്നില്ല,
ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോവില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. ഏതായാലും ഇങ്ങനെ മതം മാറ്റപ്പെടുന്നവർ നമ്മുടെ ഈശ്വരൻ, ഗുരുപരമ്പരകൾ, ധർമ്മം, സംസ്കൃതി, രാഷ്ട്രം, വിജ്ഞാനങ്ങൾ, പൂർവികർ എന്നിവർക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ എതിരായി, ലോകത്തിനെ തന്നെ തകർക്കാൻ പറ്റിയ ചാവേർ ബോംബായി പോകുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം IS റിക്രൂട്ട്മെൻറ്റ് നടന്നത്. അതിൽ നമുക്കറിയാം, നിമിഷ ഫാത്തിമ പോലുള്ള ചിന്മയാമിഷിൽ പഠിച്ച കുട്ടിയാണ്. ഗീതാശോലിൽ 1ാം സമ്മാനം കിട്ടിയ കുട്ടിയാണ്. ചിന്മയാമിഷൻ്റെ കുറ്റമല്ല കേട്ടോ. പക്ഷെ അങ്ങനെയുള്ള കുട്ടിയെപ്പോലും വ്യാജ പ്രചാരണങ്ങളിലൂടെ, ദുഷ്പ്രചരണങ്ങളിലൂടെ, കുപ്രചരണങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. നമുക്ക് ഗീത പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ധർമ്മത്തിനെതിരെ വരുന്ന എല്ലാവിധ സംശയങ്ങൾ, ചോദ്യങ്ങൾ, വിമർശനങ്ങൾ പഠിപ്പിക്കാനുള്ള, അവർക്ക് മറുപടി കൊടുക്കാനുള്ള, തൃപ്തികരമായ മറുപടി കൊടുക്കാനുള്ള കവചം കൂടി ഇവർക്ക് നൽകണം. അഭിമാനകരമായ സാംസ്കാരിക ചരിത്രം, അഭിമാനകരമായ സ്വാതന്ത്ര്യ സമര ചരിത്രം, ആവേശമുളവാക്കുന്ന നവോത്ഥാന ചരിതം, ഇതും കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധവും അതിനെതിരെയുള്ള പ്രതിരോധം കൂടി അവർക്ക് നൽകണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളുടെ ബ്രെയിൻ വാഷിംഗ്, രണ്ടാമത് ക്രിസ്ത്യൻ മതപരിവർത്തനം, മൂന്നാമത് ഇസ്ലാമിക മതപരിവർത്തനവും ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും, നാലാമത് രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് കപട മതേതരത്വം പറഞ്ഞ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സും ന്യൂനപക്ഷ പ്രീണനവുമായി നടക്കുന്ന, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, ജാതി ഉപജാതി പറഞ്ഞ് നമ്മളെ വിഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഹിന്ദു ഒരിക്കലും ഒന്നാകരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. അതിനെതിരെ ശക്തമായി പൊരുതുന്ന ഒരു ധീര വനിത നമുക്കിവിടെയുണ്ട്. ഇങ്ങനെ നമുക്കെതിരെ വരുള്ള ഈ ബ്രെയിൻ വാഷിങ്ങൾക്കെതിരെ പൊരുതുന്ന ധീര വനിത ഇവിടെയുണ്ട്. ഈ ശക്തികൾക്കെതിരെയും ജാഗ്രത പാലിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു CPM നേതാവിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അയോധ്യയിൽ നമ്മളെല്ലാം അഭിമാനകരമായി കാണുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ദിവസമാണിട്ടത്. അതിലിട്ട പോസ്റ്റ് എന്താണെന്നറിയാവോ? പള്ളിപ്പറമ്പിലെ രാമൻകുട്ടി. വേറെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ ഇതുപോലെ അപമാനകരമായ ഒരു പോസ്റ്റ് ഇടാനായിട്ട് അവർക്ക് പറ്റുമോ? ബാബർ പള്ളിപ്പറമ്പുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ക്ഷേത്രങ്ങൾ വയ്ക്കാനിരുന്ന സ്ഥലങ്ങൾ പോലും പള്ളി വയ്ക്കാൻ കൊടുത്ത നാടാണ് ഭാരതം. എത്രയെത്ര ക്ഷേത്രങ്ങൾ തകർത്തിട്ട് പോലും അതും ക്ഷമിച്ചവരാണ് നമ്മൾ. 1/3 ഭാഗം വിഭജനത്തിലൂടെ കൊണ്ടുപോയിട്ടും ഇവിടെയുള്ളവരോട് ഏറ്റവും നീതിപൂർവമായി പ്രവർത്തിച്ച ഒരു നാടാണ് ഭാരതം. അവർ 3 ക്ഷേത്രമേ ചോദിച്ചുള്ളൂ. തകർത്ത 10,000 ക്ഷേത്രമൊന്നും ചോദിച്ചില്ല. 3 ക്ഷേത്രം. അതവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പകരം വേറെ വച്ചാൽ ശരിയാവാത്തത് കൊണ്ടാണ്. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം, മഥുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, അവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് ക്ഷേത്രമുണ്ടായത്. സുപ്രീം കോടതി പള്ളി വയ്ക്കാനും വേറെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഉത്തരവുണ്ടായ ഈ നടപടിയെപ്പോലും ക്രൂരമായി അപഹസിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെയുള്ളവരൊന്നും വോട്ടില്ല, നിനക്ക് വോട്ടില്ല, എൻ്റെ ഈശ്വരനെ, എൻ്റെ അവതാര പുരുഷന്മാരെ, എൻ്റെ ഗുരുപരമ്പരകളെ, എൻ്റെ ധർമ്മത്തെ, ഞങ്ങളുടെ വേദനയെ പരിഹാസമാക്കിയ, ഞങ്ങളുടെ മുറിവിൽ മുളക് തേച്ച നിനക്കൊന്നും വോട്ടില്ല എന്ന് പറയാനുള്ള ഒരു ശക്തി നമ്മൾ കാട്ടണം. അങ്ങനെ നമ്മൾ തീരുമാനമെടുത്താൽ അവർ നേരെ വരും. അതാണ് അടുത്ത ബ്രെയിൻ വാഷിംഗ്. അവർക്കുള്ള പ്രതിരോധം വോട്ടാണ്. ഞാൻ ആദ്യം ഒന്നുകൂടെ പറയാം. നമുക്കിടയിലുള്ള പല ആഭ്യന്തര പ്രശ്നങ്ങൾ, 2 ക്രിസ്ത്യൻ മതപരിവർത്തനം, 3 ഇസ്ലാമിക മതപരിവർത്തനം, 1 രാഷ്ട്രീയക്കാരുടെ ഇങ്ങനെയുള്ള പല ബ്രെയിൻ വാഷിംഗ്. കുട്ടിക്കാലം മുതൽ വിവിധ സംഘടനകളിലൂടെ അവർ കൊണ്ടുപോവുകയാണ് നമ്മുടെ പിള്ളേരെ. വിദ്യാർത്ഥി സംഘടന, ബാലസംഘടന, പല രീതിയിൽ ക്ലബ്ബുകൾ അവർ കൊണ്ടുപോവുകയാണ്. തൊഴിൽ സംഘടനകൾ, പൂജാരിമാർക്കിടയിലും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കിടയിൽ വരെ സംഘടനകളുണ്ട്. ആ സംഘടനകളിലൂടെ അവർ കൊണ്ടുപോവുകയാണ് നമ്മുടെ ജനതയെ.
ശ്രദ്ധിക്കണത്. അത് വളരെ ഗുരുതരമാണ്. ജനാധിപത്യത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അടുത്തത് മെക്കാളയിസം എന്ന് പറഞ്ഞൊരു ബ്രെയിൻ വാഷിംഗ് ആണ്. മെക്കാളയിസം പണ്ട് ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ചതും ഇന്നും ചിലർ പേറി നടക്കുന്നതുമായ രാഷ്ട്രവിരുദ്ധ മനോഭാവം. ആര് ദ്രാവിഡവാദം, ഭാരതം രാഷ്ട്രമായിരുന്നില്ല, നമ്മളെല്ലാം പുറമെ നിന്ന് വന്നവരാണ് എന്നൊക്കെ പറയുന്ന ചിന്താഗതി ഇപ്പോഴുണ്ട്. വേറൊന്ന് അപകടകരമായ കുറേ ചിന്താഗതികളാണ്. അതിൽ നിരീശ്വരവാദമുണ്ട്, ഭൗതികവാദം, സുഖവാദം, ലൗകികവാദം, സംശയവാദം, അജ്ഞേയവാദം, മയക്കുമരുന്ന്, മദ്യം, പുകവലി, ഇങ്ങനെയുള്ള പല അനാശാസ്യ പ്രവണതകളെല്ലാം കൂടിയുള്ള ഒറ്റ വിഭാഗമാണ്. ഈ 6 തരം ബ്രെയിൻ വാഷിങ്ങുകളാണ് നമ്മളെയും നമ്മുടെ കുട്ടികളെയും പിടികൂടാനായിട്ട് സമൂഹത്തിൽ മാത്രമല്ല വീടുകളിൽ പോലും വരുന്നത്. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം മൂലം അത് മൊബൈലിൽ വരെ, സ്വകാര്യ ഇടങ്ങളിൽ വരെ അവർ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെതിരെയുള്ള ജാഗ്രത നമ്മൾ പുലർത്തിയില്ലെങ്കിൽ നമ്മൾ പ്രമാദം ബാധിച്ചവരാകും. ഈ നാരീശക്തി സമ്മേളനത്തിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്: സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. സനാതനധർമ്മത്തിൽ സ്ത്രീക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കുക. ഞാനത് കൂടുതൽ പറഞ്ഞില്ല സമയക്കുറവ് മൂലം. അത് മനസ്സിലാക്കി അതിനൊത്ത പോരാളിയാവുക. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബം മാത്രമല്ല ഒരു രാഷ്ട്രത്തെയുമൊക്കെ ശരിയായി നയിക്കാൻ കഴിയും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. എത്രയോ വീരപുരുഷന്മാരൊക്കെ ഇതുപോലെ ധീര അമ്മമാരുടെ മക്കളാണ്. അവർ ശരിയായ മാതൃധർമ്മം ചെയ്തു. ആ മാതൃധർമ്മം ചെയ്യാനുള്ള വിവേകം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അച്ഛനും അമ്മയും ആയതുകൊണ്ട് നല്ല മാതാപിതാക്കളാകണമെന്നില്ല. നല്ല മാതാപിതാക്കളാകണമെങ്കിൽ അവരെ ഈശ്വരൻ, ഗുരുപരമ്പരകൾ, സനാതനധർമ്മം, സംസ്കൃതി, വിജ്ഞാനങ്ങൾ, രാഷ്ട്രം എന്നിവരെക്കുറിച്ച് ശരിയായ പഠനം നൽകി അവർ ഉത്തമ പൗരന്മാരാക്കാൻ കഴിയണം. ആ ഒരു സദ്ബുദ്ധിയെങ്കിലും നമ്മൾ കാട്ടണം. സനാതനധർമ്മത്തെക്കുറിച്ച് ശരിക്കും പഠിക്കണം. ഇതര മതങ്ങൾ കൊടുക്കുന്ന അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. സ്ത്രീക്കൊരാത്മാവുണ്ടോ എന്ന് പോലും ചർച്ച ചെയ്തിരുന്ന കാലം, സ്ത്രീ പാപത്തിന് അവകാശിയാണെന്ന് പറയുന്ന പഴയ നിയമ കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് കുറേ ഉണ്ട്. ഞാൻ വായിക്കുന്നില്ല. ഞാൻ 1 മണിക്കൂറെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി ഞാൻ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ 1 മണിക്കൂർ ഇല്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് താരതമ്യം ചെയ്യുമ്പോഴാണ് സനാതനധർമ്മം എത്രത്തോളമാണ് സ്ത്രീക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ധർമ്മം ഇല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതിയില്ല, നമ്മുടെ സ്ത്രീകൾക്ക് ഇതുപോലെ നല്ല ജീവിക്കാനും കഴിയില്ല. ഈ ധർമ്മമാണ്, ഈ ധർമ്മത്തിലുള്ളവരാണെന്ന് പേരിനെങ്കിലും പറയാവുന്നവർ ഭൂരിപക്ഷമില്ലെങ്കിൽ നമ്മൾ അഫ്ഗാനിസ്ഥാൻ പോലെയാവും, പാകിസ്ഥാൻ പോലെയാവും, ബംഗ്ലാദേശ് പോലെയാവും. അതാണ് ചരിത്രം. അപ്പോൾ സനാതനധർമ്മത്തോടുള്ള 5 കടമകളാണ് പരമേശ്വരൻ പറയുന്നത്. ഒന്ന്, ശരിയായി പഠിക്കുക, അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, എല്ലായിടത്തും എത്തിക്കുക. എന്നാൽ പഠിപ്പിക്കാൻ കഴിവുണ്ടാകുമ്പോൾ ചിട്ടയോടെ പദപരിചയം മുതൽ പഠിപ്പിക്കുക. 5, സംരക്ഷണം. സംരക്ഷണം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തെ, നമ്മുടെ സംസ്കൃതിയെ, രാഷ്ട്രത്തെ, ജനതയെ, ലോകത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. ഈ 5 കടമകൾ, പഞ്ചകർത്തവ്യങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം ലോകത്തിൻ്റെ ഭാവി ശുഭകരമായിരിക്കും. ഇതിൽ ഒരു അപജയം കാണിച്ചാൽ, അശ്രദ്ധ കാണിച്ചാൽ, നമുക്കൊരു പിഴവ് വന്നാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക. ആ ഒരു വിവേകം, ആ ധാർമ്മിക ബോധം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പവിത്രമായ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ അവസരം തന്നതിൽ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുന്നു. എനിക്കൊരു സമ്മാനം നൽകിയത് ആദരപൂർവ്വം ഏറ്റുവാങ്ങുന്നു. ഈ സമ്മാനം ആയിരക്കണക്കിന് അമ്മമാരുടെ കണ്ണീരിന് ലഭിച്ച, അവരുടെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഒന്നായി ഞാൻ കാണുന്നു. അവർക്കായി ഞാൻ സമർപ്പിക്കുന്നു. ഓം നമഃ ശിവായ. ഓം ഗുരുഭ്യോ നമഃ.